ഹലോ, എല്ലാവർക്കും CIT സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ടോപ്പിക് 2026 ജനുവരി മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. നോക്കാം. ആഗോള കുടുംബദിനമാണ് ജനുവരി 1. ആഗോള കുടുംബദിനം ജനുവരി 1. പുതുവർഷത്തെ ആദ്യം വരവേറ്റത് കിരിബാതി ദ്വീപാണ്. പുതുവർഷത്തെ ആദ്യം വരവേറ്റത് കിരിബാതി ദ്വീപ്. പസഫിക് ദ്വീപ് രാജ്യമാണ് കിരിബാതി ദ്വീപ്. യൂറോയെ ഔദ്യോഗിക കറൻസിയായിട്ട് പ്രഖ്യാപിച്ച 21ാമത്തെ രാജ്യമാണ് ബൾഗേറിയ. യൂറോയെ ഔദ്യോഗിക കറൻസിയായിട്ട് പ്രഖ്യാപിച്ച 21ാമത്തെ രാജ്യം ഇതാണ്, ബൾഗേറിയയാണ്. ബൾഗേറിയയിലെ കറൻസിയാണ് ലവ് കേട്ടോ. ലവ് ആണ് ബൾഗേറിയയിലെ കറൻസി. യൂറോയെ ഔദ്യോഗിക കറൻസിയായിട്ട് പ്രഖ്യാപിച്ച 21ാമത്തെ രാജ്യമാണ് ബൾഗേറിയ. സംസ്കൃത പണ്ഡിതനും കവിയുമായ ശ്രീമാൻ നമ്പൂതിരി പുരസ്കാരത്തിന് അർഹയായത് PK മേദിനി. സംസ്കൃത പണ്ഡിതനും കവിയുമായ ശ്രീമാൻ നമ്പൂതിരി പുരസ്കാരത്തിന് അർഹയായത് PK മേദിനി. ലോകത്താദ്യമായിട്ട് നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന ആദ്യ പ്രാണിവർഗമാണ് ആമസോണിലെ കൊമ്പില്ലാത്ത തേനീച്ചകൾ. ആമസോണിയൻ സ്റ്റിംഗ്ലെസ് ബീസ് ആണ് ലോകത്തിൽ ആദ്യമായിട്ട് നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന ആദ്യ പ്രാണിവർഗം. ആമസോണിലെ കൊമ്പില്ലാത്ത തേനീച്ചകളാണ്. കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന 2026 13ാമത് ദേശീയ സരസ് മേളക്ക് വേദിയാകുന്നത് ചാലിശ്ശേരി. പാലക്കാട് ചാലിശ്ശേരിയിലാണ് കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന 2026 13ാമത് ദേശീയ സരസ് മേളക്ക് വേദിയാകുന്നത് ചാലിശ്ശേരിയിലാണ്. ഗോവയിൽ നിലവിൽ വരുന്ന പുതിയ ജില്ലയാണ് അടൽ. നിലവിൽ ഗോവയിലെ ജില്ലകളുടെ എണ്ണത്തിലാണ് 2. ഗോവയിൽ നിലവിൽ വരുന്ന പുതിയ ജില്ലയുടെ പേരാണ് അടൽ. ഗിനിയ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് മമാഡി ഡൊംബൂയ. എക്സാം എടുത്തിട്ട് അപ്ഡേഷൻ ഉണ്ടായിരിക്കും കേട്ടോ, ഓരോ പ്രസിഡന്റും എല്ലാം മാറിയതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ്. ബ്രിട്ടനിലെ കിങ്സ് ന്യൂ ഇയർ ഓണേഴ്സിൽ ഡെയിംസ് ഹുഡ് പദവി ലഭിച്ച ഇന്ത്യൻ വംശജയാണ് മീര സിയാൾ. ബ്രിട്ടനിലെ കിങ്സ് ന്യൂ ഇയർ ഓണേഴ്സിൽ ഡെയിംസ് ഹുഡ് പദവി ലഭിച്ച ഇന്ത്യൻ വംശജയാണ് മീര സിയാൾ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പലാണ് സമുദ്രപ്രതാപ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പലാണ് സമുദ്രപ്രതാപ്. മന്നൻ ജയന്തിയാണ് ജനുവരി 2 മന്നൻ ജയന്തി. 2026 എത്രാമത് ജയന്തിയാണ് ആഘോഷിക്കുന്നത്? 146ാമത്. മന്നത്ത് പത്മനാഭന്റെ 149ാമത് ജയന്തിയാണ് 2026 ജനുവരി 2 ആഘോഷിക്കുന്നത്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനാകുന്നത് ജസ്റ്റിസ് സോമൻ സെൻ ആണ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സോമൻ സെൻ. ന്യൂയോർക്ക് നഗരത്തിലെ ആദ്യത്തെ ഇന്ത്യൻ വംശജനായ മുസ്ലിം മേയറാണ് സൊഹ്റാൻ മംദാനി. ന്യൂയോർക്ക് നഗരത്തിലെ ആദ്യത്തെ ഇന്ത്യൻ വംശജനായ മുസ്ലിം മേയറാണ് സൊഹ്റാൻ മംദാനി. ന്യൂയോർക്കിന്റെ 112ാമത് മേയറായിട്ടാണ് ചുമതലയേറ്റത്. ന്യൂയോർക്കിലെ നഗരത്തിലെ ആദ്യത്തെ ഇന്ത്യൻ വംശജനായ മുസ്ലിം മേയറാണ് സൊഹ്റാൻ മംദാനി. ഡ്രൈവർമാരിലെ ഉറക്കക്ഷീണം മുൻകൂട്ടി കണ്ടെത്തുന്നതിന് വഴി റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള സംവിധാനം AI സഹായത്തോടെ വികസിപ്പിച്ചതിന് പേറ്റന്റ് ലഭിച്ച സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല. ഡ്രൈവർമാരിലെ ഉറക്കക്ഷീണം മുൻകൂട്ടി കണ്ടെത്തുന്നത് വഴി റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള സംവിധാനം AI സഹായത്തോടെ വികസിപ്പിച്ചതിന് പേറ്റന്റ് ലഭിച്ച യൂണിവേഴ്സിറ്റിയാണ് MG യൂണിവേഴ്സിറ്റി. പേറ്റന്റ് ലഭിച്ച കണ്ടുപിടുത്തമാണ് എ-ഡ്രൗസിനെസ് ഡിറ്റക്ഷൻ സിസ്റ്റം. ഗോവയിൽ നിലവിൽ വരാൻ പോകുന്ന പുതിയ ജില്ലയാണ് കുശാവതി. കുശാവതി നദി സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. കുശാവതി ജില്ലയുടെ ആസ്ഥാനം കേപ്പം. ആദ്യം പ്രഖ്യാപിച്ചത് അടലാണ്. ഗോവയിൽ നിലവിൽ വരാൻ പോകുന്ന പുതിയ ജില്ലയാണ് കുശാവതി. ആദ്യം പ്രഖ്യാപിച്ച ജില്ല ഏതാണ്? അത് അടലാണ്. നിലവിലുള്ള ജില്ലകള് സൗത്ത് ഗോവ, നോർത്ത് ഗോവ, കുശാവതി. രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ റൂട്ടാണ് കൊൽക്കത്ത ടു ഗുവാഹത്തി. ഇന്ത്യയിലെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ റൂട്ടാണ് കൊൽക്കത്ത ടു ഗുവാഹത്തി. ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ വേഗത 180 km/h ആണ്. ആദ്യം പ്രഖ്യാപിച്ച റൂട്ട് ഡൽഹി ടു പാട്നയാണ്. ഇനി സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കനൽ പദ്ധതി. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? കനൽ പദ്ധതി. കനൽ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷയും ശാക്തീകരണം ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കനൽ പദ്ധതി. ഇന്ത്യയിലെ മെഗ്ലൈറ്റ്സ് ഗോപി മത്സ്യത്തെ കണ്ടെത്തിയത് ആര്യപ്പള്ളി. ഒഡീഷയിലെ ആര്യപ്പള്ളിയിലാണ് ഇന്ത്യയിലെ മെഗ്ലൈറ്റ്സ് ഗോപി മത്സ്യത്തെ കണ്ടെത്തിയത്. ഒഡീഷയിലെ ആര്യപ്പള്ളിയിലാണ്. വിവാഹിതയായ സ്ത്രീയുടെ ഗർഭചിത്രത്തിന് ഭർത്താവിന്റെ സമ്മതം നിർബന്ധമല്ലെന്നും സ്ത്രീയുടെ സ്വന്തം തയ്യാറെടുപ്പും സമ്മതവുമാണ് നിർണായകമെന്നും പ്രസ്താവിച്ച ഹൈക്കോടതിയാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി. വിവാഹിതയായ സ്ത്രീയുടെ ഗർഭചിത്രത്തിന് ഭർത്താവിന്റെ സമ്മതം നിർബന്ധമല്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി തന്നെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയാണ്.
എക്സ്പ്ലോറേഴ്സ് ഗ്രാൻഡ് സ്ലാം പൂർത്തിയാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ. എക്സ്പ്ലോറേഴ്സ് ഗ്രാൻഡ് സ്ലാം പൂർത്തിയാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ. ദക്ഷിണ ധ്രുവത്തിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി മാറിയതോടെയാണ് റെക്കോർഡ് സ്വന്തമാക്കിയത്. എക്സ്പ്ലോറേഴ്സ് ഗ്രാൻഡ് സ്ലാം പൂർത്തിയാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ. ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കീഴടക്കുന്നതും ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലേക്ക് സ്കീയിങ് നടത്തുന്നതിനെയാണ് എക്സ്പ്ലോറേഴ്സ് ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത്. ആണവ റിയാക്ടറുകളിൽ യുറേനിയത്തിന് പകരം തോറിയം ഉപയോഗിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ അമേരിക്കൻ കമ്പനിയായ ക്ലീൻ കോർ തോറിയം എനർജിയുമായിട്ട് ധാരണയിലെത്തിയ പൊതുമേഖലാ സ്ഥാപനമാണ് NTPC. NTPCയുടെ ഫുൾ ഫോം എന്ന നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ആണ് NTPC. ആണവ റിയാക്ടറുകളിൽ യുറേനിയത്തിന് പകരം തോറിയം ഉപയോഗിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ അമേരിക്കൻ കമ്പനിയായ ക്ലീൻ കോർ തോറിയം എനർജിയുമായിട്ട് ധാരണയിലെത്തിയ പൊതുമേഖലാ സ്ഥാപനമാണ് NTPC. ഇന്ത്യക്ക് ആണവ സാങ്കേതിക വിദ്യ നൽകുന്നതിനുള്ള ലൈസൻസ് അമേരിക്കൻ ആണവോർജ്ജ വകുപ്പിൽ നിന്ന് നേടിയിട്ടുള്ള രണ്ടാമത്തെ US കമ്പനിയാണ് ക്ലീൻ കോർ തോറിയം എനർജി കമ്പനി. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് മാക് 6 വേഗതയിലുള്ള YJ-20 അഥവാ ഈഗിൾ സ്ട്രൈക്ക് 20 എന്നറിയപ്പെടുന്ന ഹൈപ്പർസോണിക് ആന്റി ഷിപ്പ് മിസൈൽ വിക്ഷേപിച്ച രാജ്യമാണ് ചൈന. മാക് 6 വേഗതയുള്ള YJ-20 അഥവാ ഈഗിൾ സ്ട്രൈക്ക് 20 എന്നറിയപ്പെടുന്ന ഹൈപ്പർസോണിക് ആന്റി ഷിപ്പ് മിസൈൽ വിക്ഷേപിച്ച രാജ്യമാണ് അത് ചൈനയാണ്. അപൂർവ ധാതു ശേഖരത്തിൽ അതായത് റയർ എർത്ത് റിസർവ്സിലെ ആഗോളതലത്തിൽ 3-ാം സ്ഥാനത്ത് എത്തിയത് ഇന്ത്യയാണ്. 1-ാം സ്ഥാനത്ത് ചൈനയാണ്, 2-ാം സ്ഥാനത്ത് ബ്രസീല്, 3-ാം സ്ഥാനത്ത് ഇന്ത്യ. റയർ എർത്ത് റിസർവ്സിലെ ആഗോളതലത്തിൽ 1-ാം സ്ഥാനം ചൈന, 2-ാം സ്ഥാനത്ത് ബ്രസീലും 3-ാം സ്ഥാനത്ത് ഇന്ത്യയുമാണ്. ഏഷ്യൻ ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ ഏർപ്പെടുത്തിയ ചെറുകഥയ്ക്കുള്ള 2025 ഏഷ്യൻ പ്രൈസിന് അർഹമായത് അഞ്ജന മേനോനാണ്. ഏഷ്യൻ ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ ഏർപ്പെടുത്തിയ ചെറുകഥയ്ക്കുള്ള 2025 ഏഷ്യൻ പ്രൈസിന് അർഹമായത് അഞ്ജന മേനോനാണ്. കൃതി റോസമാസ് ബോയ്. ഏഷ്യൻ ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ ഏർപ്പെടുത്തിയ ചെറുകഥയ്ക്കുള്ള 2025 ഏഷ്യൻ പ്രൈസിന് അർഹമായത് അഞ്ജന മേനോനാണ്. അവരുടെ കൃതിയാണ് റോസമാസ് ബോയ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഡേ നോക്കാം. റിക്ടർ സ്കെയിലിൽ 6.5 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ട രാജ്യമാണ് മെക്സിക്കോ. 2026 ജനുവരിയിൽ 6.5 റിക്ടർ സ്കെയിലിൽ തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ട രാജ്യമാണ് മെക്സിക്കോ. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ ടാബ്ലോ പ്രമേയമാണ് ഡിജിറ്റൽ സാക്ഷരതയും വാട്ടർ മെട്രോയും. 2 വർഷത്തിന് ശേഷമാണ് കേരള റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കുന്നത്. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ ടാബ്ലോ പ്രമേയമാണ് ഡിജിറ്റൽ സാക്ഷരതയും വാട്ടർ മെട്രോയും. ഗ്രീൻ താരിഫ് എന്നറിയപ്പെടുന്ന കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഔദ്യോഗികമായിട്ട് നടപ്പിലാക്കിയ അന്താരാഷ്ട്ര കൂട്ടായ്മയാണ് യൂറോപ്യൻ യൂണിയൻ. ഗ്രീൻ താരിഫ് എന്നറിയപ്പെടുന്ന കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഔദ്യോഗികമായിട്ട് നടപ്പിലാക്കിയ അന്താരാഷ്ട്ര കൂട്ടായ്മയാണ് യൂറോപ്യൻ യൂണിയൻ ആണ്. രത്തൻ ടാറ്റയോടുള്ള ആദര സൂചകമായിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ബോയിങ് 737-8 വിമാനത്തിന് നൽകിയ പുതിയ പേരാണ് VT-RNT. രത്തൻ ടാറ്റയോടുള്ള ആദര സൂചകമായിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ബോയിങ് 737-8 വിമാനത്തിന് നൽകിയ പുതിയ പേരാണ് VT-RNT. സംസ്ഥാന സർക്കാരിന്റെ ജനസമ്പർക്ക പരിപാടിയാണ് സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം. സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ ജനസമ്പർക്ക പരിപാടിയുടെ പേരെന്തായിരുന്നു? സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം. വിലാസിനി സ്മാരക സമിതിയുടെ നോവൽ പുരസ്കാരത്തിന് അർഹനായത് സലിം മാങ്കുഴിയാണ്. വിലാസിനി സ്മാരക സമിതിയുടെ നോവൽ പുരസ്കാരത്തിന് അർഹനായത് സലിം മാങ്കുഴി. 2026 ജനുവരിയിൽ US വീശിയടിച്ച ചുഴലിക്കാറ്റിന്റെ പേരാണ് എസ്ര. US വീശിയടിച്ച ശീതക്കൊടുങ്കാറ്റാണ് എസ്ര. ഇന്ത്യൻ വ്യോമസേനയുടെ വൈസ് ചീഫ് ഓഫ് ദി എയർ സ്റ്റാഫ് ആണ് എയർ മാർഷൽ നാഗേഷ് കാപൂർ. രാജ്യത്തെ ആദ്യത്തെ ചേരിരഹിത നഗരമാകുന്നത് സൂററ്റാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചേരിരഹിത നഗരമാണ് സൂററ്റ്. കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്നാക്കാവസ്ഥ പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് JB കോശി കമ്മീഷന്. അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എക്സാം അടുത്തിട്ട് ക്ലാസ് ഉണ്ടായിട്ട് കാണാതായവരെ കുറിച്ച് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഡൽഹി പോലീസ് നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മിലാപ്പ്. എന്നത് ഡൽഹി പോലീസ് നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മിലാപ്പ്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന യജ്ഞമാണ് അശ്വമേധം. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന യജ്ഞമാണ് അശ്വമേധം. രാജ്യത്തെ ഏറ്റവും അധികം ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. 2026 ജനുവരിയിലെ പ്രായപൂർത്തിയാകാനുള്ള വയസ്സ് സംബന്ധിച്ച്
പുതിയ നിയമം പാസാക്കിയ അറബ് രാജ്യമാണ് UAE. 2026 ജനുവരിയിൽ പ്രായപൂർത്തിയാകാനുള്ള വയസ്സ് സംബന്ധിച്ച് പുതിയ നിയമം പാസാക്കിയ അറബ് രാജ്യം UAE ആണ്. 21 വയസ്സിൽ നിന്ന് 18 വയസ്സാക്കി കുറക്കാനാണ് തീരുമാനിച്ചത്. ആഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റിന് മൂന്നാമത് ആഴിമല ഗംഗാധരേശ്വര പുരസ്കാരത്തിന് അർഹനായത് റസൂൽ പൂക്കുട്ടിയാണ്. ആഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റ് മൂന്നാമത് ആഴിമല ഗംഗാധരേശ്വര പുരസ്കാരത്തിന് അർഹനായത് റസൂൽ പൂക്കുട്ടിയാണ്. വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് കൊണ്ടുവരുന്ന വായ്പാ നയത്തിന് സമാനമായ പരിഷ്കാരവുമായിട്ട് സഹകരണ മേഖലയിലെ പുതിയ വായ്പാ നയം നടപ്പാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് കൊണ്ടുവരുന്ന വായ്പാ നയത്തിന് സമാനമായ പരിഷ്കാരവുമായിട്ട് സഹകരണ മേഖലയിലെ പുതിയ വായ്പാ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം. മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025 നാഷണൽ പ്രോജക്ട് എക്സലൻസ് അവാർഡ് ലഭിച്ച തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025 നാഷണൽ പ്രോജക്ട് എക്സലൻസ് അവാർഡ് ലഭിച്ച തുറമുഖം വിഴിഞ്ഞം തുറമുഖം. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടിയിട്ട് INSV കൗണ്ടിന്യ എന്ന കപ്പൽ നിർമ്മിച്ച മലയാളി ശില്പിയാണ് ബാബു ശങ്കരൻ. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടിയിട്ട് INSV കൗണ്ടിന്യ എന്ന കപ്പൽ നിർമ്മിച്ച മലയാളി ശില്പിയാണ് ബാബു ശങ്കരൻ. റെയിൽവേ മ്യൂസിയം ആകാൻ ഒരുങ്ങുന്നത് ചീനക്കൊട്ടാരം. കൊല്ലത്തുള്ള ചീനക്കൊട്ടാരമാണ് റെയിൽവേ മ്യൂസിയം ആകാൻ ഒരുങ്ങുന്നത്. ചീനക്കൊട്ടാരം നിർമ്മിച്ചത് 1904 ശ്രീമൂലം തിരുനാൾ രാമവർമ്മയാണ് ചീനക്കൊട്ടാരം നിർമ്മിച്ചത്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തന്റെ 45-ാം വയസ്സിൽ വീണ്ടും ഓസ്ട്രേലിയൻ ഓപ്പൺ കളിക്കാൻ ഇറങ്ങുന്ന താരമാണ് വീനസ് വില്യംസ്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തന്റെ 45-ാം വയസ്സിൽ വീണ്ടും ഓസ്ട്രേലിയൻ ഓപ്പൺ കളിക്കാൻ ഇറങ്ങുന്ന താരമാണ് വീനസ് വില്യംസ്. അമേരിക്കൻ വനിതാ താരമാണ് വീനസ് വില്യംസ്. ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ പരിശീലകനെ നിയമിതനായത് സ്വാർദ് മാര്യൻ. ഇതൊക്കെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ മാറുവേ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച പാക് വംശജനായ ഓസ്ട്രേലിയൻ താരമാണ് ഉസ്മാൻ ഖ്വാജ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച പാക് വംശജനായ ഓസ്ട്രേലിയൻ താരമാണ് ഉസ്മാൻ ഖ്വാജ. നെക്സ്റ്റ് ആണ് ജനുവരി 4. ജനുവരി 4 പ്രത്യേകതയാണ് രജിസ്ട്രേഷൻ ദിനമാണ് ആൻഡ് ലോക ബ്രെയിലി ദിനം കൂടിയാണ്. ജനുവരി 4 രജിസ്ട്രേഷൻ ദിനം ആൻഡ് ലോക ബ്രെയിലി ദിനം. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 16ാമത് അന്താരാഷ്ട്ര നാടക ഉത്സവ ഇറ്റ്ഫോക്കിന്റെ വേദിയാണ് തൃശ്ശൂര്. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 16ാമത് അന്താരാഷ്ട്ര നാടക ഉത്സവത്തിന് വേദിയുടെ തൃശ്ശൂരാണ്. അതിലെ വിശിഷ്ടാതിഥിയെത്തിയത് ദക്ഷിൺ ബജ്രംഗ് ചാര. ഗുജറാത്തി സിനിമാ സംവിധായകനും നാടകകൃത്തും നടനുമായിട്ടുള്ള ദക്ഷിൺ ബജ്രംഗ് ചാര. ദക്ഷിൺ ബജ്രംഗ് ചാരയാണ് വിശിഷ്ടാതിഥിയായിട്ട് എത്തിയത്. ഭിന്നശേഷി സമൂഹത്തിന്റെ ശാക്തീകരണവും സാമൂഹിക ഉൾച്ചേർക്കലും മുഖ്യ ലക്ഷ്യമാക്കി നടക്കുന്ന ഭിന്നശേഷി സർഗോത്സവമാണ് സവിശേഷ കാർണിവൽ ഓഫ് ദി ഡിഫറന്റ്. സവിശേഷ കാർണിവൽ ഓഫ് ദി ഡിഫറന്റ് ആണ് ഭിന്നശേഷി സമൂഹത്തിന്റെ ശാക്തീകരണവും സാമൂഹിക ഉൾച്ചേർക്കലും മുഖ്യ ലക്ഷ്യമാക്കി നടത്തുന്ന ഭിന്നശേഷി സർഗോത്സവത്തിന്റെ പേരാണ് സവിശേഷ കാർണിവൽ ഓഫ് ദി ഡിഫറന്റ്. അതിന്റെ വേദി തിരുവനന്തപുരമാണ്. വനങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന മഞ്ഞക്കൊന്ന ഉൾപ്പെടെയുള്ള അധിനിവേശ സസ്യങ്ങളെ ജനപങ്കാളിത്തത്തോടെ പിഴുതെറിയുക എന്ന ലക്ഷ്യം വെച്ചുള്ള പദ്ധതിയാണ് മിഷൻ മഞ്ഞക്കൊന്ന. മിഷൻ മഞ്ഞക്കൊന്ന. വനങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന മഞ്ഞക്കൊന്ന ഉൾപ്പെടെയുള്ള അധിനിവേശ സസ്യങ്ങളെ ജനപങ്കാളിത്തത്തോടെ പിഴുതെറിയുക എന്ന ലക്ഷ്യം വെച്ചുള്ള പദ്ധതിയാണ് മിഷൻ മഞ്ഞക്കൊന്ന. സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാന്. സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സ്റ്റേറ്റാണ് രാജസ്ഥാന്. വന്യമൃഗങ്ങളെ ആകർഷിക്കാത്തതും എന്നാൽ കർഷകർക്ക് മികച്ച വരുമാനം നൽകുന്നതുമായ കൃഷി രീതികൾ വന അതിർത്തികളിൽ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് മിഷൻ കൃഷി പുനരുജ്ജീവനം. വന്യമൃഗങ്ങളെ ആകർഷിക്കാത്തതും എന്നാൽ കർഷകർക്ക് മികച്ച വരുമാനം നൽകുന്നതുമായ കൃഷി രീതികൾ വന അതിർത്തികളിൽ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് മിഷൻ കൃഷി പുനരുജ്ജീവനം. ഡച്ച് കോളനി വാഴ്ചക്കാലത്തെ നിയമങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി സ്വന്തമായി രൂപകൽപ്പന ചെയ്ത പുതിയ പീനൽ കോഡ് നടപ്പിലാക്കിയ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ. ഡച്ച് കോളനി വാഴ്ചകാലത്തെ നിയമങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി സ്വന്തമായിട്ട് രൂപകൽപ്പന ചെയ്ത പുതിയ പീനൽ കോഡ് നടപ്പിലാക്കിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ. 2026 ജനുവരി 3 അമേരിക്കൻ സൈന്യം തട്ടിക്കൊണ്ടുപോയ വെനസ്വേല പ്രസിഡന്റാണ് നിക്കോളാസ് മഡുറോ. നിക്കോളാസ് മഡുറോയെയും ഭാര്യ സീലിയ ഫ്ലോറസിനെയും പിടികൂടിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ആബ്സല്യൂട്ട് റിസോൾവ് കേട്ടോ. ഓപ്പറേഷൻ ആബ്സല്യൂട്ട് റിസോൾവ്. 2026 ജനുവരി 3 അമേരിക്കൻ സൈന്യം തട്ടിക്കൊണ്ടുപോയ വെനസ്വേല പ്രസിഡന്റാണ് നിക്കോളാസ് മഡുറോസ്. പ്രസിഡന്റ് നിക്കോളാസ് മഡുറോസിനെയും ഭാര്യ സീലിയ ഫ്ലോറസിനെയും പിടികൂടിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ആബ്സല്യൂട്ട് റിസോൾവ്. 2025 ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ മാസമാണ് ഫെബ്രുവരി. 2025 ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ മാസം ഏതാണ്? അത് ഫെബ്രുവരിയാണ്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ സ്മരണക്കായിട്ട് ഫേസ് മാതമംഗലം ഏർപ്പെടുത്തിയ കേസരി നായനാർ പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. ഏത് അവാർഡ് ലഭിച്ചത്? ഫേസ് മാതമംഗലം ഏർപ്പെടുത്തിയ കേസരി നായർ പുരസ്കാരം. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ സ്മരണക്കായിട്ട് കേസരി നായർ പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്.
ബൊറാം ദേവ് ഇടനാഴി പദ്ധതിക്ക് തറക്കല്ലിട്ട സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ബൊറാം ദേവ് ഇടനാഴി പദ്ധതിക്ക് തറക്കല്ലിട്ട സംസ്ഥാനം ഛത്തീസ്ഗഡാണ്. സർക്കാർ ജീവനക്കാർക്ക് അവസാനത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% പെൻഷനായി ഉറപ്പാക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട്. സർക്കാർ ജീവനക്കാർക്ക് അവസാനത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% പെൻഷനായിട്ട് ഉറപ്പാക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട്. 2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിലെ നിക്ഷേപ ചാർട്ടിൽ ഒന്നാമതെത്തിയത് ആന്ധ്രാപ്രദേശാണ്. 2026 സാമ്പത്തിക വർഷത്തില് ഇന്ത്യയിലെ നിക്ഷേപ ചാർട്ടിൽ ഒന്നാമതെത്തിയത് ആന്ധ്രാപ്രദേശാണ്. 2025 ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സംസ്ഥാന യുവ ശാസ്ത്രജ്ഞ പുരസ്കാര ജേതാക്കളാണ് ഡോക്ടർ പി ശങ്കറും ഡോക്ടർ അഞ്ജിത വിശ്വനാഥനുമാണ്. പി ശങ്കർ ആൻഡ് ഡോക്ടർ അഞ്ജിത വിശ്വനാഥൻ. 2025 ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സംസ്ഥാന യുവ ശാസ്ത്രജ്ഞ പുരസ്കാര ജേതാക്കളാണ് ഡോക്ടർ പി ശങ്കറും ഡോക്ടർ അഞ്ജിത വിശ്വനാഥനാണ്. ലോകത്തെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് കാർ എന്ന പേര് അമേരിക്ക ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ടെസ്ലയെ മറികടന്ന് സ്വന്തമാക്കിയത് ചൈനീസ് കമ്പനിയായ BYD ആണ്. BYD ലോകത്തെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് കാർ എന്ന പേര് അമേരിക്കൻ ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ടെസ്ല കമ്പനിയെ മറികടന്ന് സ്വന്തമാക്കിയത് ചൈനീസ് കമ്പനിയായ BYD ആണ്. കേരള ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടമാവുന്ന ആദ്യത്തെ വ്യക്തിയാണ് ആന്റണി രാജു. കേരള ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടമായ ആദ്യ വ്യക്തിയാണ് ആന്റണി രാജു. അതെന്തായിരുന്നു ആ ക്രിമിനൽ കേസ് നിങ്ങൾക്ക് അറിയാമോ? ജസ്റ്റ് അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഓക്കെ, ഇത്രയാണ് ജനുവരി 4 വരെയുള്ള ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ്. 2025 ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ മാസം ഏതായിരുന്നു? അത് ഫെബ്രുവരിയിലാണ്. ബൊറാം ദേവ് ഇടനാഴി പദ്ധതി തറക്കല്ലിട്ട സ്റ്റേറ്റോ? ഛത്തീസ്ഗഡിലാണ്. സർക്കാർ ജീവനക്കാർക്ക് അവസാനത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% പെൻഷനായി ഉറപ്പാക്കിയ സംസ്ഥാനമാണ് അത് തമിഴ്നാടാണ്. സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാ? അത് രാജസ്ഥാനാണ്. വന്യമൃഗങ്ങളെ ആകർഷിക്കാത്തതും എന്നാൽ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതുമായ കൃഷിരീതികൾ വന അതിർത്തികൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതി ഇല്ലായിരുന്നോ? ആ പദ്ധതിയുടെ പേരെന്താ? മിഷൻ കൃഷി പുനരുജ്ജീവനം. ഓക്കെ, താങ്ക് യു.